അപ്പോൾ ഇന്ന് അഗെയിൻ ഒരു മോർണിംഗ് ഷൂട്ടാട്ടോ എനിക്ക്. സോ ഈ ഷൂട്ടിനായിട്ട് ഞാൻ വീട്ടിലാണ്, മൂവാറ്റുപുഴയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ തൊടുപുഴ കാഞ്ഞാറ് ലൊക്കേഷനിലേക്കാട്ടോ വന്നേക്കുന്നത്. സോ ഈ ഷൂട്ട് നടക്കുന്ന കാഞ്ഞാറ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. സോ തൊടുപുഴ റൂട്ടിൽ നിന്ന് നമ്മൾ വാഗമണൊക്കെ പോകുന്ന റൂട്ടിലാണ് കാഞ്ഞാറ്. സോ അവിടുത്തെ ഒരു വീടിൻ്റെ ലൊക്കേഷനാണിത്. അപ്പോൾ ഇത് അഗെയിൻ ഓണം ഷൂട്ടാണ്. അപ്പോൾ ഒരു ട്രഡീഷണൽ വീട് സെറ്റപ്പൊക്കെയാണ് നമ്മൾ നോക്കി ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഞാൻ മാത്രമല്ല വേറൊരു മോഡലും കൂടിയുണ്ട്. അപ്പോൾ 2 പേരാണ് നമ്മൾ ഈ ഷൂട്ടിന് വേണ്ടി ചെയ്യുന്നത് ഓണത്തിൻ്റെ. സോ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ആക്ച്വലി കുറച്ച് ദിവസമായി, പക്ഷേ എനിക്ക് ഇന്നാണ് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു ടൈം കിട്ടിയത്. സോ ഇൻ ദിസ് വീഡിയോ ഐ വിൽ ബി ഷോയിങ് യു ഓൾ ദി BTS ഓഫ് ദി ഓണം ഷൂട്ട് വിച്ച് ഐ ഡിഡ് ലൈക്ക് ഫ്യൂ ഡേയ്സ് ബാക്ക്. അപ്പം ഇതിൻ്റെ ഔട്ടൊന്നും റിലീസായിട്ടില്ല. അതൊക്കെ മേ ബി കമ്മിങ് വീക്സ് റിലീസാവും. ഓണം എത്താറായി. അപ്പോൾ ഈ ആഴ്ചയൊക്കെ മിക്കവാറും അതിൻ്റെ ആഡ്സും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാണ്ടൊക്കെ റിലീസാവുമായിരിക്കും. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്ന ഈ ഷൂട്ട് പുളിമൂട്ടിലിന് വേണ്ടിയാണ്. പുളിമൂട്ടിൽ ബുട്ടീക്ക്, പുളിമൂട്ടിൽ സിൽക്സ് അറിയായിരിക്കും എല്ലാവർക്കും, ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പുളിമൂട്ടിലിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. സോ അവരുടെ ഓണം ഉള്ള ഷൂട്ടാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കോസ്റ്റ്യൂമൊക്കെ കിട്ടി. ഞാൻ മേക്കപ്പിനിരുന്നു. സോ എനിക്ക് ഏറ്റവും വലിയ ചാലഞ്ച് എൻ്റെ മുടിയാണ്. അപ്പോൾ മുടി എനിക്കൊരു വലിയൊരു വീക്ക് പോയിൻ്റായിട്ട് ഞാൻ കരുതുന്ന ഒരു സാധനമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി കുറച്ച് ഫ്രിസിയാണ്. കേളി ഹെയറാണ്, പക്ഷേ ഞാനത് ഈരി ഫ്രിസി ആക്കാറുണ്ട്. സോ അതെനിക്കൊരു ഇത്തിരി ചാലഞ്ചാണ്. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ശരിയാക്കുന്നത്. നമുക്കിത് ഏതിനെ സെറ്റാണെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. For you, I think മുടി അഴിച്ചിടുന്നല്ലേ ഭംഗി. സാരിക്ക് മുടി അഴിച്ചിടുന്നതിനേക്കാളും കെട്ടി വെക്കാനോ? അല്ല, അന്ന് നമ്മൾ ചെയ്തപ്പം അഴിച്ചിട്ടതായിരുന്നു, കെട്ടി വെച്ചായിരുന്നു. രണ്ടും ബിക്കോസ് 4 കോസ്റ്റ്യൂം ഇല്ലേ, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ അഴിച്ചിടാം. കെട്ടി വെച്ച പിന്നെ എന്താ അഴിക്കുമ്പോൾ എന്റെ കേൾസ് അനുഭവം ഇല്ല. പിന്നെ കേളർ ഉള്ളതുകൊണ്ട് നമുക്ക് വേണേൽ മുകളിലത്തെ ഭാഗം കേൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം വൺസ് നമ്മൾ മുടി കെട്ടി വെച്ച് സ്ലൈഡ് കുത്തി കഴിഞ്ഞാൽ കേൾസ് എല്ലാം ഭയങ്കര ഫ്രിസി ആകും, നല്ല നീറ്റായിട്ട് കിടക്കൂല. നമ്മൾ കേളർ. സോ അങ്ങനെ എൻ്റെ മേക്കപ്പ് എല്ലാം ഫൈനലി കഴിഞ്ഞു. ഇനി ഹെയർ ടൈ ചെയ്യണം. ഹെയർ എല്ലാം നീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് അത് ടൈ ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഷൂട്ട് തുടങ്ങും. അങ്ങനെ യെസ് ഗൈസ്, അപ്പം മോഡൽസ് ഞങ്ങൾ 2 പേരും റെഡി ആയിട്ടുണ്ട്. ഷൂട്ടിൻ്റെ കാര്യങ്ങളും എല്ലാ കോൺസെപ്റ്റും എല്ലാം സെറ്റിംഗ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ആദ്യത്തെ കോസ്റ്റ്യൂമിൻ്റെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് കോസ്റ്റ്യൂമിലേക്ക് ഇറങ്ങുകയാണ്. സെക്കൻഡ് കോസ്റ്റ്യൂമിൽ ഞാനൊരു ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലായിട്ടാണ് ട്രൈ ചെയ്തേക്കുന്നത്. ഞാനിതിന് മുമ്പ് ഒരിക്കലും എവിടെയും സെൻറ്റർ പാർട്ടീഷൻ ചെയ്തിട്ടില്ല. എനിക്കെന്തോ എൻ്റെ മുഖത്തിന് സെൻറ്റർ പാർട്ടീഷൻ ചെയ്തില്ല എന്ന് തോന്നാറുണ്ട്. പക്ഷേ സ്റ്റൈലിസ്റ്റും പിന്നെ എൻ്റെ കൂടെയുള്ള മോഡൽ ഒരു ഡിസൈനറാട്ടോ. അവൾ പെർസ്യൂയിങ് ഫാഷൻ ഡിസൈനിങ് ഫ്രം ബോംബെ. അപ്പോൾ ബോംബെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണ്. അപ്പോൾ ഷീ ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ഐഡിയാസ്. അവളാണ് ഫുൾ ടൈം ജിൽ നിന്ന് ഐഡിയാസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കും എല്ലാവർക്കും ആ സെറ്റിലുള്ള എല്ലാവരോടും അവളാണ് ഐഡിയാസൊക്കെ പറയുന്നത്. ഷീസ് എ വെരി എൻത്യൂസിയാസ്റ്റിക് ആൻഡ് ഹൈലി പ്രൊഫഷണൽ ഗേൾ. അപ്പോൾ അവളുടെ കൂടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു എനർജിയാണ്. So as I said earlier, I never used to like my center partition. പക്ഷേ ഇപ്പോൾ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. സോ മേ ബി ഇനി എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ സെൻറ്റർ പാർട്ടീഷനും ട്രൈ ചെയ്യാം. സോ എൻ്റെ സെക്കൻഡ് ലുക്ക് കഴിഞ്ഞു. തേർഡ് ലുക്ക് ഒരു ധാവണിയാട്ടോ. അപ്പോൾ ധാവണി ഈസ് ഓൾസോ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമായിട്ടാണ് ധാവണി ഉടുക്കുന്നത്, വെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് നീരജയാണ് പുളിമൂട്ടിൻ്റെ ഓണർ. അപ്പോൾ നീരജ ഞങ്ങളുടെ ഷൂട്ട് കാണാനും അതിൻ്റെ ഇൻപുട്സൊക്കെ തരാനായിട്ട് വന്നതാട്ടോ. അപ്പോൾ ആതിരയുടെ സിംഗിൾ ഷൂട്ടാണ്, മീനിങ് സിംഗിൾ ഷോട്ട്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മീൻവൈൽ എനിക്കെപ്പോഴും എൻ്റെ കണ്ണുകൾ പോകുന്ന ആ ദൂരെയുള്ള വ്യൂ ആട്ടോ. ആ വ്യൂ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. സോ ഇതെൻ്റെ 4th കോസ്റ്റ്യൂമാണ്. ഇതാണ് ലാസ്റ്റ് കോസ്റ്റ്യൂം. യെസ് ഗൈസ്, സോ ഇതാണ് ആ വ്യൂ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സോ ഞാനിങ്ങനെ ആലോചിക്കും, ഈ വീട്ടുകാർക്ക് എന്ത് സുഖമായിരിക്കും ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാൻ, എന്ത് രസമല്ലേന്ന്. ഇതാണ് ആ ഹോൾ വീട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഓൾസോ ഈ കുന്നാണ് എൻ്റെ ഹൈലൈറ്റ്. ആ കുന്നിലിങ്ങനെ ആ മിസ്റ്റ് വന്ന് ആ കോടമഞ്ഞ് വന്നിങ്ങനെ മൂടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ അതാണ് നിങ്ങളെ കാണിക്കാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല.
ഞങ്ങൾ ഈവനിങ് ആയപ്പോഴാണ് ഒന്ന് മഴ മാറിയത്. ഭയങ്കര മഴ ദിവസമാണ്. സോ ഞങ്ങളുടെ ഈ ഷൂട്ട് ഡേ ഭയങ്കര മഴയായിരുന്നു. രാവിലെ മുതൽ ഈ നേരം വരെ മഴയായിരുന്നു. മഴയില്ലായിരുന്നെങ്കിൽ ഒരു അടിപൊളി ഔട്ട്ഡോറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനായിരുന്നു. പക്ഷേ നമ്മളുള്ള ഒരു ഇതിൽ വെച്ച് നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ഔട്ട്പുട്ട്സ് ആയി യെറ്റ് ടു റിലീസ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അവിടുത്തെ മോനാട്ടോ. നമ്മൾ അവളെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ. സോ അങ്ങനെ ഫൈനലി നമ്മുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഡോൺ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. നമ്മൾ പാക്കപ്പ് ഒക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി. ബൈ.